1982 ഓഗസ്റ്റ് 25. ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം താൻ കഴിയുന്ന അവസാന രാത്രിയാണിതെന്ന് ഡോക്ടർ റിയാദ് ഇബ്രാഹിം അറിഞ്ഞില്ല. അദ്ദേഹം ശാന്തനായി ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് വാതിൽക്കൽ തുടർച്ചയായി ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ഡോക്ടർ ചാടി എഴുന്നേറ്റു. ഉറക്കത്തിലെപ്പോഴോ അപ്രത്യക്ഷമായിരുന്ന ഭയം ഒരു നിമിഷം കൊണ്ട് അയാളിൽ നിറഞ്ഞു. പുറത്താരാണെന്ന് അയാൾക്കറിയാം. അത് നിശ്ചയമായും സദ്ദാമിന്റെ സൈനികരാണ്. നേരം പുലർന്നിട്ടില്ല. 4 മണിയാകുന്നതേയുള്ളൂ. പരിഭ്രാന്തരായി മുന്നിൽ നിൽക്കുന്ന വീട്ടുകാരോട് തന്നെ മോചിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് നടന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഡോക്ടർ റിയാദ് ഇബ്രാഹിം യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു മാർഗമെന്ന നിലയിൽ സദ്ദാം ഹുസൈൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കുമെന്ന് ഒരഭിപ്രായം പറഞ്ഞത്. അപ്പോഴദ്ദേഹം സദ്ദാമിന്റെ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്നു. 1968 ബാത്തിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ആ ചുമതല വഹിക്കുന്നയാൾ. ബാത്തിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമാണ് അദ്ദേഹം. തന്റെ വാക്കുകൾ തിരിഞ്ഞുകുത്തുന്ന മൂർച്ചയേറിയ വാളാകുമെന്ന് അയാളപ്പോൾ ഓർത്തില്ല. അന്ന് സദ്ദാം ഹുസൈൻ അയാളെ ചോദ്യം ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. പകരം ശ്രദ്ധയോടെ കേട്ടു. തന്റെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സദ്ദാം എടുത്തു പറഞ്ഞു. പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാഖിലെ ഒരു ആശുപത്രിയിൽ ഒരു രോഗി മരിക്കാനിടയായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഡോക്ടർ റിയാദ് ഇബ്രാഹിമിൽ ആരോപിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടമായി. ഇപ്പോൾ സൈനികർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവരദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. പ്രത്യേകിച്ച് വിചാരണയൊന്നും ഉണ്ടായില്ല. ശിക്ഷ നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരദ്ദേഹത്തെ കൊന്നു. വികൃതമാക്കപ്പെട്ട ആ മൃതദേഹം ഉടൻ തന്നെ സംസ്കരിക്കണമെന്ന മുന്നറിയിപ്പോടെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അയച്ചുകൊടുത്തു. റിയാദ് ഇബ്രാഹിമിന്റെ കുടുംബത്തിനും പിന്നീട് സ്വസ്ഥമായ ജീവിതം അനുവദിച്ചില്ല. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. രക്തം ഉറഞ്ഞുപോകും വിധം ഭീതിയുടെ കൊടും തണുപ്പ് ഇറാഖിന്റെ നട്ടെല്ലിലൂടെ കടന്നുപോകുന്നത് ജനങ്ങൾ അറിഞ്ഞു. അവർ കൂടുതൽ നിശബ്ദരായി. ബാത്തിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ വലിയ പീഡനങ്ങളേൽക്കാൻ വിധിക്കപ്പെട്ട കുർദുകളുടെ അവസ്ഥ യുദ്ധം തുടങ്ങിയതോടെ അതിദയനീയമായി. ഇപ്പോഴവർ ഇറാന്റെ ചാരന്മാരാണ് എന്നൊരു പുതിയ ആരോപണവും അവർക്ക് നേരെ ഉയർന്നിട്ടുണ്ട്. ഇക്കാലത്താണ് കുർദിഷ് വിഘടനവാദികൾ ഇറാനുമായി ചേർന്ന് ഇറാഖിലെ ബാത്തിസ്റ്റ് സർക്കാരിനെ നേരിടാൻ തയ്യാറെടുപ്പ് തുടങ്ങിയത്. സാധാരണക്കാരായ കുർദുകളെ ഇതേറെ കഷ്ടത്തിലാക്കി. സർക്കാരിന്റെ പ്രതികാര നടപടികൾ അനുഭവിക്കേണ്ടി വരുന്നത് അവരാണ്. 1983 കുർദിഷ് ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ബർസാനികൾ സദ്ദാം ഹുസൈന്റെ വേട്ടയാടലിന്റെ കാഠിന്യം അനുഭവിച്ചു തുടങ്ങി. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ളവരാണ് ബർസാനികൾ. എല്ലാ കുർദ് ഗോത്രങ്ങളെയും ഒരുമിച്ച് സംഘടിപ്പിക്കുന്നതിൽ അവർക്ക് നിർണായക പങ്കുണ്ട്. ഇറാഖിനുള്ളിൽ കുർദിസ്ഥാൻ ഒരു സ്വയംഭരണ പ്രദേശമായി നിലനിൽക്കാൻ വേണ്ട പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതും ബർസാനി ഗോത്രക്കാരാണ്. അതേസമയം ഇറാഖിന്റെ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും അടിച്ചമർത്തപ്പെട്ടവരും കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരുമാണ് ബർസാനി വംശജർ. ഇറാഖ് ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 1983 സദ്ദാം ഹുസൈൻ ബർസാനികൾക്ക് ഇറാനുമായി ബന്ധമുണ്ടെന്നാരോപിച്ചു. അവർ ഇറാനുമായി ചേർന്ന് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നുവെന്നാണ് ആരോപണം. അങ്ങനെ സദ്ദാം തന്റെ സൈനികർക്ക് ബർസാനി ഗോത്രക്കാരെ നേരിടാൻ നിർദ്ദേശം നൽകി. യഥാർത്ഥത്തിൽ
അതൊരു വംശീയ ഉന്മൂലനത്തിനുള്ള നിർദ്ദേശമായിരുന്നു. കുർദിസ്ഥാനിലെ ബർസാനി ഗ്രാമങ്ങളിലുള്ള എല്ലാ പുരുഷന്മാരെയും ആൺകുട്ടികളെയും പിടികൂടി വധിക്കാനായിരുന്നു നിർദ്ദേശം. പലതവണ സ്വന്തം ജന്മദേശത്തു നിന്നും ആട്ടിയോടിക്കപ്പെട്ടിട്ടുള്ള ബർസാനികൾ ഇപ്പോൾ ക്യാമ്പുകൾ കെട്ടി ഒരുമിച്ചാണ് താമസം. 1981 ജൂലൈ 31 ബർസാനിയുടെ ആ ടെന്റുകളിലേക്ക് ആയുധധാരികളായ ഇറാഖി പട്ടാളക്കാർ ഇരച്ചുകയറി. ആൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാ പുരുഷന്മാരും മുന്നിലേക്ക് നീങ്ങി നിൽക്കാൻ പട്ടാളക്കാർ ആജ്ഞാപിച്ചു. ഭയത്തോടെയാണെങ്കിലും യുവാക്കളും മധ്യവയസ്കരുമായ പുരുഷന്മാർ അവരുടെ കൈകൾ മുകളിലേക്കുയർത്തി മുന്നോട്ടു നീങ്ങി. വൃദ്ധന്മാരും ആൺകുട്ടികളും മുന്നോട്ടു വരണമെന്ന് അവരാവശ്യപ്പെട്ടു. വൃദ്ധന്മാർ രോഗശയ്യകളിൽ നിന്നും വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. അവരുടെ വിറയാർന്ന കൈകൾ ഒരാശ്രയത്തിനായി പരസ്പരം ചേർത്ത് പിടിച്ചു. കുട്ടികൾ അവരുടെ അമ്മമാരെ കെട്ടിപ്പിടിച്ചു. ടെന്റുകളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും നിലവിളി ഉയർന്നു. കുഞ്ഞുങ്ങൾ അമ്മമാരുടെ കയ്യിൽ നിന്നും പറിച്ചെടുക്കപ്പെട്ടു. ആൺകുട്ടികളെയും പുരുഷന്മാരെയും പുറത്ത് കാത്തുനിന്ന ബസ്സുകളിലേക്ക് കയറ്റി. സൈനിക ജോലികൾക്കായി അവരെ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് ഈ കാഴ്ച കണ്ടുനിന്നവർ കരുതിയത്. കുടുംബത്തിൽ അവശേഷിച്ച സ്ത്രീകളും കുട്ടികളും ആ വാഹനങ്ങൾക്ക് പിന്നാലെ ഓടി. ഇറാഖി സൈനികർ അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. സ്ത്രീകളിൽ ചിലർക്ക് പരിക്കേറ്റു. അവർ പിന്തിരിഞ്ഞു. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഡോക്ടർ ബയാൻ റസൂൽ അവർക്കിടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ബർസാനികൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഇറാഖ് സർക്കാർ തന്നെ ചുമതലപ്പെടുത്തിയ മനഃശാസ്ത്ര വിദഗ്ധയാണവർ. പരിക്കേറ്റ് താഴെ വീണ സ്ത്രീകളെ സഹായിക്കാൻ ഡോക്ടർ റസൂൽ ഓടിയെത്തി. പക്ഷേ സ്ത്രീകൾ അവരെ തട്ടി നീക്കി. നിങ്ങളും അവരുടെ ആൾ തന്നെയാണ്, അവർ പരുഷമായി പറഞ്ഞു. ഡോക്ടർ ബയാൻ റസൂൽ ക്ഷമയോടെ അവർക്കൊപ്പമിരുന്നു. പുരുഷന്മാർ നഷ്ടപ്പെട്ടുപോയ വീടുകളിലെ സ്ത്രീകളുടെ അവസ്ഥ ദയനീയമായിരുന്നു. അവർക്കൊരു കാര്യവും തനിയെ ചെയ്ത് പരിചയമില്ല. മുമ്പ് ഡോക്ടറെ കാണാൻ വരുമ്പോൾ അവർ തങ്ങളുടെ രോഗവിവരം നേരിട്ട് പറയില്ല. അവർക്കൊപ്പം വരുന്ന ഭർത്താക്കന്മാരോ സഹോദരന്മാരോ ആൺമക്കളോ ആണ് അവർക്ക് വേണ്ടി ഡോക്ടറോട് സംസാരിച്ചിരുന്നത്. ആ സ്ത്രീകൾ ഒരിക്കലും പുറത്തുപോയി ജോലി ചെയ്തിട്ടില്ല. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോലും പോകാറില്ല. അത്രത്തോളം യാഥാസ്ഥിതികരായ ഒരു പഴയ ഗോത്രവർഗമാണ് അവരുടേത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ബർസാനികളുടെ ക്യാമ്പിൽ നിന്ന് വിലാപങ്ങൾ ഉയർന്നു. എന്നിട്ടും അവർ സൈനികർ കൂട്ടിക്കൊണ്ടുപോയ പുരുഷന്മാർ 2 ദിവസത്തിനുള്ളിൽ മടങ്ങിവരുമെന്ന് പ്രതീക്ഷിച്ചു. അവരുടെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ആഭരണങ്ങളും പണവുമെല്ലാം സൈന്യത്തിന്റെ പിടിയിലായ പുരുഷന്മാരെ ഏൽപ്പിച്ചിരുന്നു. അവർക്ക് രക്ഷപ്പെട്ടു വരാൻ അത് ഉപകരിച്ചെങ്കിലോ എന്ന് കരുതി. ദിവസങ്ങൾ ചെന്നപ്പോൾ ക്യാമ്പിനുള്ളിൽ പട്ടിണി കൂടി വന്നു. സ്ത്രീകൾ സ്വന്തമായി നിർമ്മിച്ച കമ്പിളിപ്പുതപ്പുകളും കരകൗശല വസ്തുക്കളും രഹസ്യമായി ചന്തയിലെത്തിച്ച് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആഹാരത്തിന് വഴി കണ്ടെത്തി. പിന്നീട് പതുക്കെ സ്ത്രീകൾ മറ്റുള്ള കുർദ് വംശജരുടെ വീടുകളിൽ പണിക്ക് പോയി തുടങ്ങി. അതും രഹസ്യമായാണ്. ബർസാനി സ്ത്രീകളെ സഹായിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ സഹായിക്കുന്നവർ കൂടി ശിക്ഷിക്കപ്പെടും. എങ്കിലും ഡോക്ടർ ബയാൻ റസൂൽ ഉൾപ്പെടെ പലരും അവരെ സഹായിക്കാൻ തയ്യാറായി. എന്താണ് തങ്ങളുടെ പുരുഷന്മാരുടെ അവസ്ഥയെന്ന്
അവരൊരിക്കലും അറിഞ്ഞില്ല. അതിനിടെ വീണ്ടും ഒരിക്കൽ കൂടി സൈനികർ ബർസാനി ഗ്രാമത്തിലെത്തി. ആദ്യം സൈന്യമെത്തിയപ്പോൾ ഗ്രാമത്തിലെ അപൂർവം ചില പുരുഷന്മാരും ആൺകുട്ടികളും അലമാരയ്ക്കുള്ളിലും ഫ്രിഡ്ജിന്റെ മറവിലും മറ്റും ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടിരുന്നു. അവരെ തേടിയാണ് സൈന്യമെത്തിയത്. അവരെ കൂടി കണ്ടെത്തി പിടിച്ചുകൊണ്ടുപോയി. മാസങ്ങൾക്കുള്ളിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സദ്ദാം ഹുസൈൻ ബർസാനി ഗ്രാമത്തിൽ നിന്നും പിടിക്കപ്പെട്ടവർ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്ന് സൂചിപ്പിച്ചു. അവർ വഞ്ചകരാണ്. അവർ ഗ്രാമത്തിലെ മറ്റുള്ള കുർദുകളെ കൂടി സർക്കാരിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നു. അവർ പേർഷ്യൻ സൈന്യത്തിന് ഇറാഖിലേക്ക് കടക്കാൻ വഴികാട്ടുന്നു. അവർ വഞ്ചകരാണ്. അവർക്കതിന് അർഹമായ ശിക്ഷ കിട്ടി, സദ്ദാം ഹുസൈൻ പറഞ്ഞു. അദ്ദേഹം കൂടുതലൊന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ബർസാനി ഗ്രാമങ്ങളിൽ അവശേഷിച്ച സ്ത്രീകളും കുട്ടികളും അവരുടെ അവസാനിക്കാത്ത കാത്തിരിപ്പ് തുടർന്നു. ഇറാഖിന് പുറത്തുള്ള ലോകം ഇതൊന്നും അറിഞ്ഞതേയില്ല. കുർദുകൾക്ക് ഒരു കാലത്ത് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരെ സദ്ദാം ഹുസൈനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച അമേരിക്ക ഇപ്പോൾ സദ്ദാമിനെ പിന്തുണയ്ക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കുർദിസ്ഥാനിലേക്ക് അതിസാഹസികമായി കടന്നുവന്ന ഏതാനും ചില മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ കടമ്പകളേറെയാണ്. എങ്കിലും ഇറാഖിന്റെ അതിർത്തിയിലുള്ള അതിമനോഹരമായ മലനിരകളിൽ നിന്ന് കുർദുകൾ കൂട്ടം കൂട്ടമായി അപ്രത്യക്ഷമാകുന്നു എന്ന കാര്യം അവർ മനസ്സിലാക്കി. ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അതിർത്തി കടന്ന് ഇറാഖ് നേരത്തെ കയ്യേറിയ ഇറാനിയൻ പ്രവിശ്യകൾ അവർ തിരിച്ചുപിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ സമയം ഇറാഖ് ഇറാനുമായി ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒരു വശത്ത് സമാധാന കരാറിനുള്ള ശ്രമങ്ങളും മറുവശത്ത് കൂടുതൽ ആയുധങ്ങൾ സമാഹരിക്കാനുള്ള ശ്രമങ്ങളും. രണ്ടും സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് സദ്ദാം ഹുസൈൻ അനുകൂലമായിരുന്നു. എങ്കിലും അന്ന് സദ്ദാം ഹുസൈന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ പാശ്ചാത്യ രാജ്യം ഫ്രാൻസാണ്. ഇറാഖുമായുള്ള ഫ്രാൻസിന്റെ വ്യാപാര ബന്ധങ്ങൾ ബാത്തിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിനും വളരെ മുമ്പ് മുതൽ തന്നെ തുടങ്ങിയതാണ്. സദ്ദാമിന്റെ കാലത്തും അത് തുടർന്നു. ഫ്രാൻസിനാവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 24% ഇറാഖിൽ നിന്നാണ് കിട്ടുന്നത്. പകരം ഫ്രാൻസ് ഇറാഖിന് ആയുധങ്ങൾ നൽകി. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയപ്പോഴാകട്ടെ ഫ്രാൻസ് ഇറാഖിന് മിലിറ്ററി ട്രെയിനിങ്ങും സൈനിക ഉപദേശങ്ങളും നൽകി. 1980കളുടെ തുടക്കത്തിൽ ഇറാഖ് ഫ്രാൻസിൽ നിന്ന് ധാരാളം യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൂട്ടി. 1985 മാത്രം $500 മില്യൺ യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്നും സദ്ദാം ഹുസൈൻ വാങ്ങിയത്. ഇതിൽ പകുതിയുടെയും വിലയ്ക്ക് പകരം എണ്ണ നൽകുകയായിരുന്നു. ഫ്രാൻസിന്റെ സഹായത്തോടെ സദ്ദാം ഹുസൈൻ 1980കളിൽ ഇറാഖിന്റെ ആണവ നിലയ നിർമ്മാണ പരിപാടി ആരംഭിച്ചു. പണി പകുതിയിലായ ഇറാഖിന്റെ ആണവ നിലയം ഇറാൻ ഒരു വ്യോമാക്രമണത്തിലൂടെ നശിപ്പിച്ചു. പിന്നീട് പണി പൂർത്തിയായ ഇറാഖിന്റെ ആദ്യത്തെ ആണവ നിലയത്തിന് ഫ്രഞ്ച് നാമമായ ഒസീറഖ് എന്ന പേരാണ് സദ്ദാം ഹുസൈൻ നൽകിയത്. എന്നാൽ ആ ആണവ നിലയവും പ്രവർത്തന സജ്ജമാകുന്നതിന് മുൻപ് തകർക്കപ്പെട്ടു. 1981 ജൂണിൽ ഇസ്രായേലാണ് ഒരു വ്യോമാക്രമണത്തിലൂടെ ഇറാഖിന്റെ ഒസീറഖ് ആണവ നിലയം നശിപ്പിച്ചത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇറാഖ് ഒന്നിലധികം തവണ രാസായുധങ്ങൾ ഉപയോഗിച്ചു. തെക്കൻ പ്രവിശ്യയിൽ ഇറാഖിനെ നേരിട്ടുകൊണ്ടിരുന്ന ഇറാനിയൻ സൈനികരുടെ നേർക്കാണ് ആദ്യത്തെ രാസായുധ പ്രയോഗം നടത്തിയത്.
പിന്നീട് വടക്കുഭാഗത്ത് ഇറാന്റെ സഹായത്തോടെ ഇറാഖിനെതിരെ പോരാടാൻ ഒരുങ്ങുന്ന കുർദിഷ് വിഘടനവാദികൾക്ക് നേരെയും രാസായുധം തൊടുത്തു. ഈ രാസായുധങ്ങൾ ഇറാഖ് തന്നെ നിർമ്മിച്ചതായിരുന്നു. അതിനുള്ള സാങ്കേതിക വിദ്യ നൽകി സഹായിച്ചത് ജർമ്മൻ കമ്പനികളാണ്. അമേരിക്കയും രാസായുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ട സാങ്കേതിക അറിവുകൾ നൽകി ഇറാഖിനെ സഹായിച്ചു. റൊണാൾഡ് റീഗനായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ്. അപകടകരമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇറാഖിനെ പഠിപ്പിക്കരുതെന്ന അമേരിക്കൻ വിദഗ്ധരുടെ ഉപദേശത്തെ റീഗൻ കാര്യമാക്കിയില്ല. മാത്രമല്ല, ഇറാനിയൻ സൈനിക വിന്യാസത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും അമേരിക്ക ഇറാഖിന് കൈമാറി. അമേരിക്ക തയ്യാറാക്കിയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും റീഗൻ ഭരണകൂടം ഇറാഖിനെ ഒഴിവാക്കി. ഇറാഖ് അവരുടെ കണക്കിൽ അപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യം തന്നെയാണ്. പക്ഷേ തൽക്കാലം ഇറാനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ഇറാഖുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് അമേരിക്കയുടെ തന്ത്രം. 1980-നും 1988-നും ഇടയിൽ ഇറാഖ് സംഭരിച്ച ആയുധങ്ങളുടെ 90% അവർക്ക് നൽകിയത് സോവിയറ്റ് യൂണിയനും ഫ്രാൻസും ചൈനയുമാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇറാഖിനോടും ഇറാനോടും സമദൂരം പുലർത്തിയെങ്കിലും പിന്നീടവർ ഇറാഖിനെ പിന്തുണയ്ക്കാൻ തുടങ്ങി. വർഷങ്ങളായി സോവിയറ്റ് നേതാക്കളുമായി സദ്ദാം ഹുസൈൻ രൂപപ്പെടുത്തിയെടുത്ത സൗഹൃദമായിരുന്നു അതിന്റെ കാരണം. ഇറാഖ് വിട്ട് പുറത്തുപോകാൻ സദ്ദാം ഹുസൈന് മടിയായിരുന്നു. തനിക്കാവശ്യമായ സുരക്ഷ മറ്റു രാജ്യങ്ങളിൽ കിട്ടില്ലെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഇക്കാലത്തിനിടയിൽ 2 പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമാണ് സദ്ദാം ഹുസൈൻ സന്ദർശിച്ചത്. ഒരിക്കൽ സ്പെയിനിൽ പ്രത്യേക ക്ഷണമനുസരിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. രണ്ടാമത് ഫ്രാൻസിലും. രണ്ടും സദ്ദാം ഹുസൈൻ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതിന് മുൻപായിരുന്നു. സദ്ദാമിന്റെ ഏറ്റവും വിശ്വസ്ത അനുയായിയും ഉപപ്രധാനമന്ത്രിയുമായ താരിഖ് അസീസാണ് മിക്കപ്പോഴും വിദേശങ്ങളിൽ സദ്ദാമിനെ പ്രതിനിധീകരിച്ചത്. ഇറാഖിൽ തന്നെ ഇരുന്നുകൊണ്ട് സദ്ദാം വിദേശങ്ങളുമായി താൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബന്ധം രൂപപ്പെടുത്തിയെടുത്തു.